ഹലോ. ഇതാ ഞാൻ രാവിലെ പറഞ്ഞ ഉത്സവത്തിൻ്റെ വരവ് കേട്ടോ. ഞങ്ങളെന്തായാലും കുറച്ച് ലേറ്റായിപ്പോയി എത്താൻ വേണ്ടിയിട്ട്. അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും മോനും അമ്മയും കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങളെത്തുമ്പോഴേക്ക് പരിപാടി ഇതാ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പേരെനിക്കറിയില്ല എന്താണെന്ന്, പക്ഷേ എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് സമയം അവരിങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കാതെ തന്നെ വെറുപ്പിച്ചുകൊണ്ടേ നിൽക്കായിരുന്നു. പോവാന്ന് പറഞ്ഞിട്ട്. അവന് പിന്നെ ഉത്സവത്തിന് വന്നാൽ ഇതൊന്നും കാണേണ്ട ഒരു ചിന്തയില്ല. അവൻ ഐസ്ക്രീം, എന്തെങ്കിലും കളിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളേ അവൻ നോക്കുള്ളൂ. ഇതൊന്നും കാണുന്ന പരിപാടിയേ അവനില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എന്താ ഇതൊക്കെ കണ്ട് നല്ല നല്ല ചെണ്ട, പിന്നെ അതിൻ്റെ പേര് ശിങ്കാരിമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആന ഉണ്ടായിരുന്നു, ശിങ്കാരിമേളം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാവയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതിന് പേരെനിക്കറിയില്ല. അങ്ങനെ എന്തോ ഒരു പേരാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വരവല്ലായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്, പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ വെടിക്കെട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നേരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനാണെങ്കിൽ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു, പോവാന്ന് പറഞ്ഞിട്ട്. എന്നാലും കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ നിന്നു. പിന്നെ ആനേനെയൊക്കെ കണ്ടപ്പം കുറച്ചൊന്ന് അടങ്ങി. പിന്നെ ആനേനെയൊക്കെ കണ്ട് ആന വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ആനേൻ്റെ എഴുന്നള്ളിപ്പ് വരാൻ വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾ എത്തിയത് കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നില്ല. അവിടെ പാവയുടെ ആ സംഭവം, അതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇന്ന് പള്ളിവേട്ടയാണ് കേട്ടോ. നാളെ ഉത്സവം തീരും. അപ്പം ഇന്ന് പള്ളിവേട്ടയാണ്. പള്ളിവേട്ടയുടെ കൂടെ ആനയുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കാത്തതുകൊണ്ട് ഒന്നും കാണില്ലായിരുന്നു. ബാക്കിലേക്ക് നിന്നിട്ട് അങ്ങനെ നല്ലോണം പോലെ ഒന്നും കണ്ടില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞെന്നാൽ നമുക്കിതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനും അമ്മയും കേട്ട പാതി കേൾക്കാത്ത പാതി ഓക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷേ ഒറ്റ ഹോട്ടൽ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം എന്താ വെജിറ്റേറിയൻ ഹോട്ടലാണ് കണ്ടത്. അതേ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ അവിടെ കയറി. അവിടെ കയറിയാൽ പിന്നെ മിൽമയിൽ വെജിറ്റേറിയൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്നാൽ കയറി കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം വേറെ ഓപ്ഷനില്ല. വേറെ ഒരു കട അവിടെ തുറന്നിട്ടില്ല, ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. കാരണം ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റായി എന്ന് പറഞ്ഞാൽ 9 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കടയും അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ കയറി. ഞാൻ പറഞ്ഞത്, ഞാനും അമ്മയും ബട്ടൂരയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ നെയ്റോസ്റ്റും, മോന് മസാല ദോശ മതി എന്ന് പറഞ്ഞു. അവനത് കഴിച്ചു. അങ്ങനെ ഞങ്ങളത് കഴിച്ച് അവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് ഇനി അവനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനത്തെ വീട്ടിലെത്തി. അവന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതിച്ചു. പിന്നെ അവന് മടുപ്പായി, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എഴുതാനുള്ളതൊക്കെ കുറച്ച് എഴുതി. പിന്നെ നാളെ എഴുതാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. അങ്ങനെ അവൻ എന്തായാലും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.